ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ വോയ്സ്. എൻ്റെ പേര് അനീന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ തന്നെ യൂണിറ്റ് 1 ആണ്. സോഷ്യൽ ഗ്രൂപ്പ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ, അതായത് ബ്ലോക്ക് 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും ഒക്കെ വരുന്ന നമ്മുടെ MSW008ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ബ്ലോക്കുകൾ നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. ബ്ലോക്കുകൾ, അതിന്റെ ഇടയിൽ വരുന്ന യൂണിറ്റുകൾ ഒക്കെ നമ്മൾ തുടങ്ങാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് 1, ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 1 സോഷ്യൽ ഗ്രൂപ്പ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് ഫസ്റ്റ് തന്നെ ഉള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, മൂവിങ് ഓൺ ടു നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ആദ്യമേ തന്നെ ഒബ്ജക്റ്റീവ്സ്. സോ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ, നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ തന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണും. അതുകൂടാതെ തന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പിന്റെ ഒക്കെ ഏത് to assimilate factors influencing affiliation and the benefits of associating with group. ഗ്രൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ആയിട്ട് കാരണം ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടു എന്യൂമറേറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് റെലവെന്റ് ടു സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് പ്രാക്ടീസ്. സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് പ്രാക്ടീസിന് റെലവെന്റ് ആയിട്ടുള്ള പല പല ടൈപ്പ് ഓഫ് ഗ്രൂപ്പുകളുണ്ട്. അതെന്താന്ന് നമ്മൾ ഇതിനകത്ത് കാണും. To explain the impact of groups on personality development. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൂവിങ് ഓൺ ടു നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജനിച്ച ആ ഒരു മൊമെന്റ് തൊട്ട് നമ്മളുടെ മരണം വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒരുപാട് ഗ്രൂപ്പുകളായിട്ട്, അതിപ്പോ ഫാമിലി ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലാതെ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ പല പല ഗ്രൂപ്പായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഗ്രൂപ്പിലൂടെ നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മുടെ ബിഹേവിയർ ഒക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ, ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ബീങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നാച്ചുറലി ഒരു സോഷ്യൽ, അതുപോലെ തന്നെ കണക്ഷൻ, അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് നമ്മൾ കൂടുതൽ ഇൻടു. പിന്നെ ഇപ്പം സിസ്റ്റംസ് ലൈക്ക് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, സ്കൂൾസ് ആണെന്നുണ്ടെങ്കിലും, ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും, ഇതെല്ലാം ഓരോ ഗ്രൂപ്പുകളെയാണ് ഇത് റിലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ്, ഈ ഗ്രൂപ്പുകളിലൂടെയാണ് അവരുടെ പെർഫോമൻസും ഔട്ട്കംസും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റത്തുള്ളൂ. ഇപ്പൊ സോഷ്യൽ വർക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഗ്രൂപ്പ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി തെറാപ്യൂട്ടിക് ഗ്രൂപ്പ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ആയ അഡിക്ഷൻ, ക്രൈം, മെന്റൽ ഹെൽത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഷ്യൽ വർക്കിൽ ഗ്രൂപ്പ് മെത്തേഡ്സ്, എസ്പെഷ്യലി തെറാപ്യൂട്ടിക് ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ് ടൈപ്സ് ആൻഡ് ചൂസിങ് ദ റൈറ്റ് അപ്രോച്ച് ഇസ് എസെൻഷ്യൽ സോഷ്യൽ പ്രാക്ടീസ്. സോഷ്യൽ പ്രാക്ടീസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പ് ടൈപ്സ് മനസ്സിലാക്കി ഏത് ഗ്രൂപ്പാണ് ഒരു റൈറ്റ് അപ്രോച്ച് നമ്മൾ എടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൂവിങ് ഓൺ ടു ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഒരു കളക്ഷൻ അങ്ങനത്തെ ഒന്നും അല്ല. ഒരു ജസ്റ്റ് ഒരു ലൈക്ക് ആൾക്കാരെ കൂട്ടം കൂടി നിന്ന് അവരുടെ ഒരു കളക്ഷൻ, അങ്ങനത്തെ ഇത് മാത്രമല്ല ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലൈക്ക് കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും ഗ്രൂപ്പ് ആക്കത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്തിലോട്ടുള്ള ബസ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടം കൂടി നിൽക്കാറില്ലേ? ആ ഒരു കൂട്ടത്തിൽക്ക് ഒരിക്കലും ഗ്രൂപ്പ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്സ്ഫോർഡ് ഡിക്ഷണറി അനുസരിച്ചിട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻസ് എ ഗ്രൂപ്പ് ആസ് എ നമ്പർ ഓഫ് പീപ്പിൾ. അത് ഒരു നമ്പർ ഓഫ് പീപ്പിൾ ആണ്, ഓർ തിങ്സ് ആകാം, ദാറ്റ് ഫോം എ യൂണിറ്റ്. അത് ഒരു യൂണിറ്റ് ഫോം ചെയ്ത് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഓരോ മ്യൂച്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് കാരണം അവർ ഒരു യൂണിറ്റ് ഫോം ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അനുസരിച്ചിട്ട് പറയുന്നത്. സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന് ഒരു രണ്ടോ അത് അല്ലെങ്കിൽ മോർ ദാൻ 2 ഇൻഡിവിജ്വൽസ് ഉള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന, അവരുടെ ഓൺ എക്സ്പെക്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഷെയർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന, അവരുടെ റോൾസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെയാണ് ഗ്രൂപ്പ് എന്നാണ് ഒരു സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയും.
സൊസൈറ്റി ആസ് എ ഹോളിനെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് കാണാനായിട്ട് പറ്റും. അത് മാക്രോ ലെവലിൽ. എന്നാൽ ഫാമിലീസ്, ടീംസ്, ക്ലബ്സ് ഇതെല്ലാം ആ സൊസൈറ്റിനെക്കാളും താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മൈക്രോ ലെവൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നൊക്കെ നമുക്ക് ഇവരെ പറയാം. മൈക്രോ, മാക്രോ എന്നുള്ള രീതി. പിന്നെ പോൾ ഹാരെ emphasized that the defining feature of a group is social interaction. ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നാണ് പോൾ ഹാരെ പറഞ്ഞിരിക്കുന്നത്. അവിടെ മെമ്പേഴ്സ് എന്ത് ചെയ്യും, തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ അവര് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മീനിങ് ഫുൾ റിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അഗ്രിഗേറ്റ്സ് ലൈക്ക് പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ എ സ്ട്രീറ്റ് കോർണർ ഓർ ആൻ ഓഡിയൻസ് at a concert do not qualify as a group because they lack interaction and cohesion. അതായത് ഇപ്പൊ ആൾക്കാര് ഏതെങ്കിലും ഒരു ഒരു വഴിയുടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കൺസേർട്ടിന് എന്തെങ്കിലും പരിപാടിക്ക് കൂടെ നിൽക്കുന്ന അവിടുത്തെ ഓഡിയൻസിനൊന്നും നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, അവർ തമ്മിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ ഒന്നുമില്ല. മാത്രമല്ല അവരുടെ ഇടയിലുള്ള ആ ഒരു ആ കൊഹിഷൻ, ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഓഫ് വൺനെസ് അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. മുസാഫിർ ഷെരീഫ് ഐഡന്റിഫൈ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ മുസാഫിർ ഷെരീഫ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മോട്ടീവ്സ് ആൻഡ് ഗോൾസ് ഉണ്ടായിരിക്കണം, അക്സെപ്റ്റഡ് ഡിവിഷൻ ഓഫ് റോൾസ് ഉണ്ടായിരിക്കണം, എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം, ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ടായിരിക്കണം, മെക്കാനിസംസ് ഫോർ പ്രേസ് ഓർ പണിഷ്മെന്റ്. ഇത്രയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസൈറ്റ്സിനൊക്കെ വെച്ചിട്ട് ദ കീ ക്രൈറ്റീരിയ ടു ഡിഫൈൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യേണ്ട ഏറ്റവും കീ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കണം, അക്സെപ്റ്റൻസ്, 2 പേരുടെയും റോൾസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ റോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം, സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആയിരിക്കണം, ഷെയർഡ് ആയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ മോട്ടീവ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ കോമൺ വാല്യൂസ് ഉണ്ടായിരിക്കണം. ഒരുപാട് സോഷ്യൽ സയന്റിസ്റ്റ് ഒരു അഡീഷണൽ ഇൻസൈറ്റ് തരുന്നുണ്ട്. എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളതിന് കുറച്ചും കൂടി ഒരു അഡീഷണൽ ഇൻസൈറ്റ് തരുന്നുണ്ട്. അപ്പൊ മെമ്പേഴ്സ് എന്ന് പറയുന്ന മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് മീനിങ് ഫുള്ളി ഇന്ററാക്ട് ചെയ്തിരിക്കണം. മാത്രമല്ല മെമ്പേഴ്സിന് ദേ മസ്റ്റ് പെർസീവ് ദംസെൽഫ് ആൻഡ് ബി പെർസീവ്ഡ് ബൈ അതേഴ്സ് ആസ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അവരെ തന്നെ കാണുന്നതും മറ്റുള്ളവരെ കാണുന്നതും ഓക്കെ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ മെമ്പർ ആണ് എന്നുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി വേണം നിൽക്കാനായിട്ട്. മാത്രമല്ല ദർ മസ്റ്റ് ബി ഇന്റർഡിപെൻഡൻസ് വെർ ആക്ഷൻസ് ഓഫ് വൺ അഫക്ട് അതേഴ്സ്. ഒരാളുടെ ആക്ഷൻ മറ്റാൾ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്റർഡിപെൻഡൻസും അവിടെ ഉണ്ടായിരിക്കണം. ദ ഗ്രൂപ്പ് എക്സിസ്റ്റ് ടു അച്ചീവ് എ ഷെയർഡ് ഗോൾ. ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഷെയർഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലോട്ട് ചേരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ നീഡ്സ് ഉണ്ടാവും, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോൾസും നോംസും ഒക്കെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഓരോ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ആവണം, അതുപോലെ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് റോൾസും നോംസും. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈക്ക് തമ്മിൽ അവരുടെ തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യാനും ബിഹേവിയേഴ്സും ഡിസിഷൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും. ഓൾസോ നോട്ട് ഓൾ ദ ക്യാരക്ടർ, ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് മിക്ക ഗ്രൂപ്പുകളിലും മോസ്റ്റ് അഗ്രി ദാറ്റ് എ ഗ്രൂപ്പ് മിക്ക ആൾക്കാരും അഗ്രി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം, അവരുടെ ഇടയിൽ ഒരു ഷെയർഡ് പർപ്പസ് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, പിന്നെ അവരുടെ ഇടയിലുള്ള ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, അതായത് ഒരു വൺനെസ് അത് ഉണ്ടായിരിക്കണം. അപ്പൊ സോഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് 2 or more individuals in a ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. സോഷ്യൽ പ്രാക്ടീസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 അതിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ അവർക്ക് അവരുടെയോ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ മെമ്പർഷിപ്പിനെ പറ്റി ധാരണയോടുകൂടി ഒരു പോസിറ്റീവ്ലി ഇന്റർഡിപെൻഡന്റ് ആയിട്ട് 2 കൂട്ടുകാരും ഒരു മ്യൂച്വൽ ഗോളിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ പ്രാക്ടീസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഫോർമേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് വൈ വി ജോയിൻ ആൻഡ് സ്റ്റേ ഇൻ ഗ്രൂപ്പ്. നമ്മൾ എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു, എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ സ്റ്റേ ലൈക്ക് നിൽക്കുന്നു എന്നുള്ളത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന 4 മേജർ ഫാക്ടേഴ്സ് ആണ്. ആദ്യത്തെ തന്നെ അട്രാക്ഷൻ ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്, ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അട്രാക്ഷൻ. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗോൾസ് ഓർ ടാസ്ക്. ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ്, ഗോൾസ്, ടാസ്ക് ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പോകും.
നീഡ് ഫോർ സോഷ്യൽ അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്സ്. ഞാനൊരു ഈ ഒരു ഗ്രൂപ്പ് മെമ്പർ ആണ്, സൊസൈറ്റി എന്നെ ഇതിൽ അംഗീകരിക്കുന്നു, അങ്ങനെ ഒരു സോഷ്യൽ അഫിലിയേഷൻ, ആ ഒരു ബിലോങ്ങിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നു. ഫുൾഫിൽമെന്റ് ഓഫ് പേഴ്സണൽ ഗോൾസ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ളതല്ലാതെ പുറത്ത് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ഞാൻ ചേരുമ്പോഴത്തേക്കും അവരുടെ വരുന്ന ഓരോ മെമ്പേഴ്സിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്താ, അവർക്ക് അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്ത് എനിക്ക് പുറത്ത് പോയി നല്ലോണം പെർഫോം ചെയ്യാനായിട്ട് പറ്റും, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ ടു ദ ഗ്രൂപ്പ്, ഇത് കൂടുതലായിട്ടും ഓഫൻ അറൈസസ് ഫ്രം ദ പ്രോക്സിമിറ്റി ആൻഡ് ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ. ആ ഒരു എന്താ പറയാ, അവരുടെ ഇടയിൽ ആ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം അട്രാക്റ്റഡ് ആയിരിക്കും ആ ഒരു പ്രോക്സിമിറ്റിയും. അതുപോലെ തന്നെ എത്രത്തോളം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും ഇത് കൂടി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്മേറ്റ്സ്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സും അതുപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള നമ്മുടെ ഫ്രണ്ട്സ്, ലൈക്ക് അവർ തമ്മിൽ നമ്മളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ നെയ്ബേഴ്സ് നമ്മൾ സ്ഥിരം കാണുന്നത്, അപ്പൊ നമ്മൾ നല്ല രീതിക്ക് നമ്മളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വൈബ് ഉണ്ടാകും. ഇവിടെ സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വൈബ് ഉണ്ടാകും. അപ്പൊ ഇതുവഴി അവരുടെ ഇടയിലുള്ള ആ ഒരു ഗ്രൂപ്പ് ബോണ്ട് നല്ല രീതിക്ക് സ്ട്രെങ്തൻഡ് ആകും. അഡീഷണൽ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് ഓഫ് ദ ഗ്രൂപ്പ്. അതായത് ഒരു ഹൈ സ്റ്റാറ്റസ് മെമ്പർ എന്നുള്ളത്, ഇപ്പൊ നമുക്കറിയാം ഓരോ ക്ലബുകളിൽ അവിടെ ഞാൻ ഈ ഒരു ക്ലബിൽ അംഗമാണ്, അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർ ചോദിക്കും, അപ്പൊ വൺ ബടാ ടീമായിരിക്കും അല്ലേ, അങ്ങനെ പ്രസ്റ്റീജ് ഓഫ് ദ ഗ്രൂപ്പ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കോഓപ്പറേഷൻ ആൻഡ് ഷെയർഡ് റിവാർഡ്സ്. നമുക്ക് അവിടെ കോഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഷെയർഡ് ആയിട്ടുള്ള റിവാർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിൽക്കുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ദാറ്റ് മീറ്റ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ നീഡ്സ്. നമ്മുടെ തന്നെ ഇമോഷണലും സോഷ്യൽ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ഇന്ററാക്ഷൻസ്. അതുപോലെ സ്മോളർ ഗ്രൂപ്പ് സൈസ്. അപ്പൊ ഇതുവഴി നമുക്ക് കുറച്ചും കൂടെ ക്ലോസർ ആയിട്ടുള്ള കണക്ഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നു. മാത്രമല്ല കുറേ കൂടി ഇന്ററാക്ഷനും നമുക്ക് അവിടെ പോസിബിൾ ആവുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ടാസ്ക് ആക്ടിവിറ്റീസ് ഓർ ഗോൾസ്. ഇവിടെ ആൾക്കാർ മെയിൻ ആയിട്ടും ജോയിൻ ചെയ്യുന്നത് ഒരു പർപ്പസോട് കൂടിയിട്ടാണ്. ഓരോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവര് ഓരോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്, പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പ്, ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടാകും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഗോൾ ഉണ്ടാകും. അപ്പൊ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എന്ത് ചെയ്യും, ഇവർക്ക് ഡയറക്റ്റ് റിവാർഡ്സ് ഓഫർ ചെയ്യും ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഷെയർഡ് ആയിട്ടുള്ള ആക്ഷൻ ആണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്, അപ്പൊ എനിക്ക് കൂടെ ആയിട്ട് ഇയാളും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും പേര് എനിക്ക് ഒപ്പം ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഷെയർഡ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ അക്കോർഡിംഗ് ടു സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി, പീപ്പിൾ സ്റ്റേ ഇൻ ഗ്രൂപ്പ്സ് വെൻ ബെനിഫിറ്റ്സ് ഔട്ട്വേ ദ കോസ്റ്റ്. നമ്മൾ ആ ഗ്രൂപ്പിന് വേണ്ടി ചെലവാക്കുന്ന ലൈക് ഗ്രൂപ്പിന് വേണ്ടി എടുക്കുന്ന ആ എഫേർട്ട് ആണെന്നുണ്ടെങ്കിലും ഈ ആ അത് ഒരു കോസ്റ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു കോസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനകത്ത് നിൽക്കും. അതാണ് നമ്മുടെ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി പറയുന്നത്. പിന്നെ ഡിസൈഡ് ടു അഫിലിയേറ്റ് വിത്ത് അതേഴ്സ്. അതായത് നമുക്ക് നമ്മളുടെ ലൈക്ക് സാറ്റിസ്ഫൈസ് ആർ നീഡ് ഫോർ കണക്ഷൻ, നമ്മളുടെ ഒരു നീഡ് ഫോർ കണക്ഷൻ, സോഷ്യൽ കമ്പാരിസൺ, ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ആൻസൈറ്റി അത് കുറഞ്ഞു കിട്ടും. മാത്രമല്ല സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സ്റ്റേണൽ പേഴ്സണൽ ഗോൾസ്. അപ്പൊ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വഴി മേ സെർവ് ആസ് എ മീൻസ് ടു ആൻ എൻഡ് റാദർ ദാൻ എ സോഴ്സ് ഓഫ് ഡയറക്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു സോഴ്സ് ഓഫ് ഡയറക്റ്റ് ഗ്രാറ്റിഫിക്കേഷനെക്കാളും ഈ ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വഴി നമുക്ക് ആ ഒരു മീൻസ് ടു ആൻ എൻഡ്, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ലൈക്ക് മനസ്സിലായോ? ഗ്രൂപ്പ് മെമ്പർഷിപ്പ് മേ സെർവ് ആസ് എ മീൻസ് ടു ആൻ എൻഡ് റാദർ ദാൻ സോഴ്സ് ഓഫ് ഡയറക്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു ഡയറക്റ്റ് ഗ്രാറ്റിഫിക്കേഷനെക്കാളും നമുക്ക് ഇതുവഴി എനിക്ക് ഇങ്ങനെ കിട്ടും, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൊഫസർ ഒരു പ്രൊഫഷണൽ അസോസിയേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അതുവഴി ഫൈൻ, ഞാൻ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലെ ഒരു മെമ്പറാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ സ്ഥലത്ത് കുറച്ചും കൂടെ
എന്താ പറയുക, സ്വീകാര്യത ലഭിക്കും, കുറച്ചും കൂടെ ആൾക്കാർ എന്നെ റെസ്പെക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിലെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവര് യൂണിയനിലോട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ സാലറി കൂട്ടിക്കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതുവഴി എന്താകാം, അവർക്ക് കുറച്ചും കൂടെ അവരുടെ റൈറ്റ്സ് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആകാം. അങ്ങനത്തെ കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കാം. പിന്നെ പ്ലോസിബിൾ എക്സ്പ്ലനേഷൻസ് അബൌട്ട് ഗ്രൂപ്പ് ഫോർമേഷൻ. അപ്പോൾ പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്സ് primarily to satisfy personal or individual needs. ഒരു വ്യക്തിയുടെ തന്നെ പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം, സോഷ്യൽ ആയിരിക്കാം, അച്ചീവ്മെന്റ് റിലേറ്റഡ് ആയിരിക്കാം. ഗ്രൂപ്പിന് തന്നെ പ്രോക്സിമിറ്റി, റെഗുലർ കോണ്ടാക്ട്, ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ, ഇതെല്ലാമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ലൈക്ക് ഈ ഒരു നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നത്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ഇമ്പോർട്ടൻറ്റ് റോള്, ലൈക്ക് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ പെർസീവ്ഡ് കോമ്പീറ്റൻസ് ഓഫ് സക്സസ്, കമ്പാറ്റബിലിറ്റി ഓഫ് നീഡ്സ്, സിമിലാരിറ്റീസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്, പേഴ്സണാലിറ്റി, ഗോൾസ്, എക്കണോമിക് സ്റ്റാറ്റസ്, എത്തനിസിറ്റി, ഇതെല്ലാം തന്നെ ആ ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ പ്ലീസ് എ കീ റോൾ. ആൻഡ് ഈ ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആണ് ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. പിന്നെ individuals are more likely to join a group when its activities and goals are seen as attractive, meaningful or rewarding. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിലോട്ട് ചേരുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റീസോ എന്തുട്ട് ആക്ടിവിറ്റീസോ ഒരു രസമില്ല, ഭയങ്കര ബോറാ, ഇത് ചെയ്ത് കറിയുന്നത് എപ്പോഴും ചെയ്യുന്ന ആൾക്കാർ തമ്മിലും എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാനെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ആ ഗ്രൂപ്പിന്റെ ആ ഒരു എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാനായിട്ട് തോന്നും. ഇല്ല, ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് അട്രാക്റ്റീവും മീനിങ് ഫുള്ളും എനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, ഞാൻ ആ ഗ്രൂപ്പിൽ നിൽക്കും. മനസ്സിലായോ? അങ്ങനെ. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ആൾക്കാർ മെയിനായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ഓൺ പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ട്, സച്ച് ആസ് ബിലോങ്ങിങ് ആയിരിക്കാം, ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ ഗ്രൂപ്പിന്റെ ഇടയിലുള്ള എത്രത്തോളം ചെറിയ, ലൈക്ക് ഒരു 4-5 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രോക്സിമിറ്റി ചെറുതാണല്ലോ, അപ്പൊ അവരുടെ ഇടയിലുള്ള ഇന്ററാക്ഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഒരു 10-12 പേരുള്ള ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും ഒരു 4-5 പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻ. ഓക്കെ, അതാണ് ഈ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ, പ്രോക്സിമിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ കൂടും. ആൻഡ് ഷെയർഡ് ആക്ടിവിറ്റി സ്ട്രെങ്തൻ ഗ്രൂപ്പ് ബോണ്ട്സ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഗ്രൂപ്പിന്റെ ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ വിത്തിൻ ഗ്രൂപ്പ്സ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിക്കൽ അപ്പിയറൻസ്, perceived competence, shared values or interests, and emotional compatibility. ഈ എലമെന്റ്സ് എല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൊഹിഷൻ ഒക്കെ കുറച്ചും കൂടെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് അത് വോളണ്ടറി ആയിരിക്കാം. എക്സാമ്പിൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നോ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യുന്നൊക്കെ അതെല്ലാം നമ്മളുടെ ഇഷ്ടം, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വോളണ്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിരിക്കാം. ഇൻവോളണ്ടറി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിലീജിയനിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നൊരു റിലീജിയനിലുള്ള അല്ലെങ്കിൽ ഇന്നൊരു റിലീജിയനുള്ള മക്കളായിട്ട് നമ്മുടെ പാരന്റ്സിന് ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അവരുടെ റിലീജിയൻ ആയിരിക്കും ക്വൈറ്റ് നാച്ചുറലി നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിലീജിയൻ, ആ ഒരു ഗ്രൂപ്പ്, അത് നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ റിലീജിയനായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് വേറൊരു റിലീജിയനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബീങ് ബോൺ ഇൻ ടു റിലീജിയൻ അത് ഇൻവോളണ്ടറി ആണ്. പിന്നെ നാഷണാലിറ്റി, ഞാൻ ജനിക്കുന്ന കൺട്രി അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ഏത് കൺട്രിയിലെ റെസിഡൻസ് ആണോ, നാഷണാലിറ്റി അവർക്കുണ്ടോ, ആ കൺട്രിയുടെ ഒരു ആളായിട്ട്, ഒരു സിറ്റിസൺ ആയിട്ടായിരിക്കും ഞാനും ജനിക്കുന്നത്. പിന്നെ ഏജ് ഗ്രൂപ്പ്, ഇതെല്ലാം തന്നെ ഇൻവോളണ്ടറി ആണ്. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് ലൈക്ക് ഈ ഒരു മെമ്പർ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോണമിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡിഫറൻസ്. പിന്നെ വരുന്നത് ഓപ്പൺ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ലൈക്ക് പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ, അതോ അങ്ങനത്തെ രീതിയിൽ ലൈക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ ആർക്ക് വേണമെങ്കിലും വരാൻ പോകാം. അതുപോലെ തന്നെ ഓപ്പൺ ഗ്രൂപ്പ്സും. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ ഒരു പബ്ലിക് ഫാൻ ക്ലബ്ബ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതുവഴി നമുക്ക് മാക്സിമം ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ആ ഒരു ഡൈവേഴ്സിറ്റി ഇവർ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇതിന് പോകാൻ പറ്റില്ല. കാരണം
ചിലര് വരും, ചിലര് പോകും, വീണ്ടും വേറെ ആൾക്കാർ വരും, അവര് പോകും. ആ ഒരു സ്റ്റേബിലിറ്റി എപ്പോഴും ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. പിന്നെ ക്ലോസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇവർക്കൊരു ഫിക്സഡ് മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. ഇവർക്ക് ലിമിറ്റഡ് എൻട്രി അവരുടെ ലൈക്ക് അവർക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു റിക്വയർമെന്റ്സ് ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ അതൊക്കെ നോക്കി ചെക്ക് ഇൻ ചെയ്തിട്ടായി ഇവര് വരും. ചിലപ്പോ കുറച്ച് നാൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടൊക്കെ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ക്ലോസ് ഗ്രൂപ്പ്സിന്റെ ഒക്കെ പ്രത്യേകത. അപ്പൊ ഇതുവഴി ലൈക്ക് ഒരു ഇതിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ്. വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഫ്രം വേരിയഡ് സോഷ്യൽ ക്ലാസ്സസ് ഓർ ബാക്ക്ഗ്രൗണ്ട്സ്. പല പല സോഷ്യൽ ക്ലാസ്സസിനും പല പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ വെർട്ടിക്കൽ ഗ്രൂപ്പ്സിൽ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഫ്രം സെയിം സോഷ്യൽ ഓർ പ്രൊഫഷണൽ കാറ്റഗറി. ലൈക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഒക്കെ പോലെ സെയിം സോഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും എന്ത് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സിൽ ഉണ്ടാവുക. അപ്പോൾ ഓപ്പൺ ഗ്രൂപ്പ്, ക്ലോസ് ഗ്രൂപ്പ്, വെർട്ടിക്കൽ ഗ്രൂപ്പ്, ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ് പഠിച്ചു. ഇനി പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പ്രൈമറി ഏറ്റവും ബേസിലുള്ള ഫാമിലി വരാം, ക്ലോസ് ഫ്രണ്ട്സ് വരാം. ഇതൊക്കെ ലൈക്ക് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള പേഴ്സണൽ കണക്ഷൻസ് ഉള്ള, അതുപോലെ തന്നെ ലോങ് ടേം ഇമോഷണൽ ബോൺസ് ഉള്ളതാണ് പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അങ്ങനത്തെ രീതിയിൽ. സെക്കൻഡറി ഗ്രൂപ്പ്സ് പ്രൈമറി ഗ്രൂപ്പിന്റെ മേലെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് വരുന്നത്. അത് കുറച്ചും കൂടെ ഫോർമൽ ആണ്, കുറച്ചും കൂടെ ഇംപേഴ്സണൽ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവോട് കൂടി അസൈൻഡ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് നാച്ചുറൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഫോംസ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഈ നാച്ചുറൽ ഗ്രൂപ്പ്. എന്തെങ്കിലും ഷെയർ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, റിലേഷൻഷിപ്പ് കാരണമാണ് നാച്ചുറൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ഫാമിലീസ്, നെയ്ബർഹുഡ് ഗാങ്സ്, ഇവരെല്ലാം തന്നെ നാച്ചുറൽ ഗ്രൂപ്പ്സ് ആണ്. പിന്നെ വരുന്നതാണ് ഫോംഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോധ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോംഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമ്പിൾ തെറാപ്പി ഓർ പ്രോജക്ട് ടീംസ് ഒക്കെ ഫോംഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോർമൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഫോർമൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും, അവരുടെ മെമ്പേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള റോൾസും ടാസ്കും ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കും. അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടാവും. ഇപ്പം പൊക്കത്തൊരാള് അതിന്റെ അടിയില് ബേസില്. അപ്പൊ ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടാകും. എക്സാമ്പിൾ ഓഫീസ് ടീംസ്. പിന്നെ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവര് മെമ്പേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഡൈനാമിക്സ്, എക്സാമ്പിൾ ഫ്രണ്ട്സ് സർക്കിൾ പോലെ അങ്ങനത്തെ രീതിയിലാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. പിന്നെ വരുന്നതാണ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്സ് അവരുടെ മെമ്പേഴ്സിന്റെ തന്നെ ഇമോഷണലും സൈക്കോളജിക്കൽ നീഡ്സും ആണ് കുറച്ചും കൂടെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ടാസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഗോൾസ്, ഔട്ട്പുട്ട്സ് അതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റീസ്, പ്രൊജക്ട് ടീംസ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തന്നെ വാല്യൂസ്, ബിഹേവിയേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഒരു റെഫറൻസ് ഗ്രൂപ്പ്. അവര് ഈവൻ ആ ഒരു ഗ്രൂപ്പിന്റെ മെമ്പർ അല്ലെങ്കിൽ പോലും അവർക്ക് ഒരു വ്യക്തിയുടെ വാല്യൂസും ബിഹേവിയേഴ്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമിലർ ഏജിലുള്ള, സിമിലർ സ്റ്റാറ്റസിലുള്ള, നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വഴി നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് വരുന്നുണ്ട്. ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ ടൈറ്റ് നെറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. അത് അഡോളസൻസിന്റെ ഇടയിൽ കോമൺ ആണ്. പിന്നെ വരുന്നത് ക്ലബ്സ് എന്ന് പറയുന്നത് ഫോർമൽ ഗ്രൂപ്പ്സ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ കോമൺ ഇൻട്രസ്റ്റിലാണ് ഈ ക്ലബ്സ് വരുന്നത്. പിന്നെ ഹൗസ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കൂരയ്ക്ക് കീഴ് ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് ഹൗസ് ഹോൾസ് എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ, ഐഡന്റിറ്റി, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്യാങ്സ്, മോബ്സ്, പോസസ്, ഇത് ഇൻഫോർമലി അതുപോലെ തന്നെ ലൂസ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഇവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ആണ് ഇവർക്കുള്ളത്. പിന്നെ ടീംസ്, സ്ക്വാഡ്സ്, ഇവർക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഇവർക്ക് അവരുടേതായിട്ടുള്ള റോൾസ് ഉണ്ട്. കൊലാബറേറ്റ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ടാസ്കുകളും ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ വരുമ്പോഴത്തേക്കും ലേണിംഗ് ഗ്രൂപ്പ്സ് വേരി ബൈ പർപ്പസ്. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ലൈക്ക് ക്ലാസ്സിൽ ആണ് ഇത് ഈ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് കൂടുതലായിട്ടും ഫോം ചെയ്യുന്നത്. പിന്നെ ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്
നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ഓരോരോ ഗ്രൂപ്പിലോട്ടൊക്കെ അസൈൻ ചെയ്ത് വിടാറില്ല എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിബിഷൻ്റെ ഒക്കെ സമയത്ത്. അതാണ് ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബേസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ലോങ് ടേം പിയർ സപ്പോർട്ട് ഫോർ സ്റ്റഡി, നമുക്ക് റെമഡി ക്ലാസ് എന്നുള്ള രീതിയിൽ, അതാണ് ബേസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇവിടെ മെമ്പേഴ്സിന് സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. ലൈക്ക് അവർക്ക് ചിലപ്പോൾ ഒരു ഏജ് ആയിരിക്കാം, ജെൻഡർ ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതുവഴി അവരുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കൊഹിഷൻ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി ഇമോഷണൽ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ ഹെട്രോജീനിയസ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കാം. അപ്പൊ ഇതുവരെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഗ്രോത്തിനും തെറാപ്പിക്കും ഇത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഐഡിയൽ ഗ്രൂപ്പ് സൈസ് എന്ന് പറയുന്നത് 5 തൊട്ട് 10 മെമ്പേഴ്സ് വരെ ഉണ്ട്. അപ്പൊ ഇതുവഴി ഒരു ബാലൻസ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ലാർജർ ഗ്രൂപ്പ്സ് സാധാരണ ലാർജർ ഗ്രൂപ്പ്സ് സ്പ്ലിറ്റ് ചെയ്ത് സബ് ഗ്രൂപ്പ്സ് ആവാറുണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ മീറ്റിംഗ് ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ, ഇത് മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺ ഗ്രൂപ്പ് ടൈപ്പ് ആൻഡ് മെമ്പേഴ്സിന്റെ നീഡ്സ് ഗ്രൂപ്പ് ടൈപ്പിലൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിൽഡ്രൻ ബെനിഫിറ്റ് ഫ്രം ഷോർട്ടർ ഫ്രീക്വന്റ് സെഷൻ, വളരെ ലൈക്ക് ഒരു ഗ്രൂപ്പിന്റെ സെഷൻ വളരെ ഒരു ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ അതിലായിരിക്കും കുറച്ചും കൂടെ അവരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അഡൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ, 1.5 to 2 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഡൾട്ട്സ് അതായിരിക്കും പ്രിഫർ ചെയ്യുക. ഇൻ പേഷ്യന്റ് സെറ്റിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റിന് കൂടുതൽ, ആ ഒരു അത്രയും മിനിറ്റുള്ള സെഷൻ, അതിന് കൂടുതൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് സ്പേസസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം, വേറെ ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സർക്കുലർ ആയിട്ടുള്ള സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷനും ഇന്ററാക്ഷനും നമുക്കത് കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ടൈം ലൈൻ സെറ്റ് ചെയ്യണം, ഒരു എൻഡ് ഡേറ്റ് വേണം, അല്ലെങ്കിൽ ലൈക്ക് എപ്പോൾ തുടങ്ങുന്നു, എത്ര സെഷൻസ്, എപ്പോൾ അവസാനിക്കുന്നു, അങ്ങനത്തെ രീതിയിൽ അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ടൈം ലൈൻ എന്തായാലും ഉണ്ടായിരിക്കും. അത് തുടക്കത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല അതിന്റെ മെമ്പേഴ്സിനെ ആ ഒരു എന്താ പറയാ ഗ്രൂപ്പ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിലോട്ട് അവരെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റയടിക്ക് നാളെ ഗ്രൂപ്പ് തീരാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ രീതിയിലുള്ള ഷോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ വെൽ ടൈം ലിമിറ്റഡ് ഗ്രൂപ്പ്സ് പ്രൊവൈഡ് സ്ട്രക്ചർ, ഓൺഗോയിങ് ഗ്രൂപ്പ്സ് ഓഫർ ഡീപ്പർ എൻഗേജ്മെന്റ് ബട്ട് റിസ്ക് ഡിപ്പെൻഡൻസി. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും എന്നുണ്ടെങ്കിലും നമ്മളിപ്പോ അങ്ങനെ ഒരു എന്താ പറയാ ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിലുള്ള എൻഗേജ്മെന്റ് കൂടും. മാത്രമല്ല അവര് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ്സ് മേ ഡിസോൾവ് ഡ്യൂ ടു ഇന്റേണൽ ഇഷ്യൂ, അവരുടെ ഇടയിലുള്ള ഇന്റേണൽ ഇഷ്യൂ കൊണ്ട് ഗ്രൂപ്പ്സ് ഡിസോൾവ് ആവാം. ലൈക്ക് ഇപ്പൊ ഫ്രീക്വന്റ് മെമ്പർ ടേൺ ഓവർ ആൾക്കാരുടെ എണ്ണം കൂടുക കുറയുക, ആ ഒരു ടേൺ ഓവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ്സ് ഡിസ്മിസ് ആവാം. ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ്സ് ഡിസ്മിസ് ആവാം. അവരുടെ ഓൺ ഷെയർ ആയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് അങ്ങനെ ഡിസ്പേഴ്സ് ആവാം. റോൾ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എമേർജിംഗ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ് ഗ്രൂപ്പ്സ് വഴി എന്തുണ്ടാകും, ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ഇല്ലാണ്ടായി മാറാം. പിന്നെ റെഡ്യൂസ്ഡ് എൻഗേജ്മെന്റ്, ആൾക്കാരുടെ ഇടയിലുള്ള എൻഗേജ്മെന്റ് കുറവാണ്, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ഇല്ലാണ്ടാകാം. പിന്നെ ഗ്രൂപ്പിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് സൈനർജി, അതായത് ഗ്രൂപ്പ് ടെൻ ടു ബി മോർ പ്രൊഡക്റ്റീവ് ദാൻ ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വൽസിനെക്കാളും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുന്നത് ഗ്രൂപ്പ്സ് ആണ്. കാരണം എന്താണ്, അവിടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു എഫേർട്ടാണ്. മറ്റ് സൈനർജി ഇതെല്ലാം ഒരുമിച്ചുണ്ട്, ഒറ്റയ്ക്കല്ല. അപ്പൊ അത് കാരണം ഗ്രൂപ്പ്സ് ആണ് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എവിഡന്റ് ഇൻ എഫക്റ്റീവ് ടീം വർക്ക് ഇൻ സ്പോർട്സിൽ, വർക്ക് പ്ലേസിൽ, ബാക്കിയുള്ള കൊളാബറേറ്റീവ് എൻവയൺമെന്റിലൊക്കെ നമുക്ക് ഇതിന്റെ ഒരു എവിഡൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് വഴി നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതുവഴി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. മാത്രമല്ല എമർജൻസ് ഓഫ് വേരിഡ് എഫക്റ്റീവ് ആയിട്ട് പല ടൈപ്പിലുള്ള സൊല്യൂഷൻസ്, എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് കമ്മിറ്റീസ് ഒക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പല പല കമ്മിറ്റി ഒക്കെ ഫോം ചെയ്യുന്നതിന്റെ റീസൺ ഇതാണ്.
ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്. ഇപ്പൊ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വഴി, എസ്പെഷ്യലി പ്രൈമറി ഗ്രൂപ്പ്സ്, ഫാമിലി, പിയർ സർക്കിൾസ് ഒക്കെ വഴി നമുക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള കൈൻഡ്നെസ്, കമ്പാഷൻ, അൾട്രൂയിസം, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി കൂട്ടിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ റിച്ചർ ഇമോഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ഗ്രോ, അതായത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നമ്മുടെ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ലൈക്ക് ലവ്, ഫ്രണ്ട്ഷിപ്പ്, ജോയ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂട്ടാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്കൊരു പേഴ്സണൽ ഫുൾഫിൽമെന്റ്, നമ്മളുടെ ഓൺ പേഴ്സണൽ ഡെവലപ്മെന്റിനൊക്കെ ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഗ്രൂപ്പ്സ് ലൈക്ക് സപ്പോർട്ട് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ സ്പെഷ്യലൈസേഷൻ. ഞാൻ ഈ ഒരു വർക്കിലാണ് കുറച്ചുകൂടെ അടിപൊളി. എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള വർക്ക്, അങ്ങനത്തെ ഒരു സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ നമുക്ക് ഗ്രൂപ്പ് തരും. അപ്പൊ ഇതുവരെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിന്റെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എഫക്റ്റീവ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും, അവര് ലൈക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് അത് മാനേജ് ചെയ്യാനായിട്ട്, ലൈക്ക് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് വരെ അത് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അപ്രോച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഐഡന്റിറ്റി ഫോർമേഷൻ ആൻഡ് സെൽഫ് എസ്റ്റീം. ഗ്രൂപ്പ് അഫിലിയേഷൻ ഷേപ്സ് എ പേഴ്സൺസ് ഐഡന്റിറ്റി. ഇപ്പൊ ഗ്രൂപ്പിലോട്ട് അഫിലിയേറ്റഡ്, ഗ്രൂപ്പിന്റെ മെമ്പർ ആകുമ്പോഴത്തേക്കും അതുവഴി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി തന്നെ ഷേപ്പ് ആവാണ്. അതായത് ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാനൊരു ഫാമിലി മെമ്പർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി മെമ്പർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയാണ്. മാത്രമല്ല ഇതുവഴി സോഷ്യൽ കോമ്പീറ്റൻസീസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് എക്സ്പ്ലോറേഷൻ, നമ്മുടെ ബിഹേവിയേഴ്സിന് തന്നെ ഒരു സേഫ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതുവഴി നമ്മുടെ തന്നെ സെൽഫ് എസ്റ്റീം കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട്, കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പിന് പോസിറ്റീവ് എന്ന പോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിന്റെ അനോണിമിറ്റി മേ എൻകറേജ് എക്സ്ട്രീം ഇമ്പൾസീവ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. ഗ്രൂപ്പ് അനോണിമസ് ആണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്ട്രീം, കുറച്ചും കൂടി ഇമ്പൾസീവ് ആവാം, ഒരു ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ ചിലപ്പോൾ ആൾക്കാർ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പ്രഷർ ടു കൺഫേം ക്യാൻ ത്രെറ്റൻ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ആൻഡ് ഓട്ടോണമി. ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിന്റെ നോംസ് അനുസരിച്ച് പോകണം, അപ്പൊ അതുവഴി എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീനെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓട്ടോണമീനെ എനിക്ക് അവിടെ എടുക്കാൻ പറ്റാതെ ഞാൻ ഇവർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ അത് ഒരു നെഗറ്റീവ് ആണ്. പിന്നെ സ്ട്രോങ് ഗ്രൂപ്പ് ലോയാലിറ്റി മേ ലീഡ് ടു ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ്, സംടൈംസ് ഫിയറിങ് സൊസൈറ്റൽ കോൺഫ്ലിക്ട്സ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിനോട് ഭയങ്കരമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇല്ല ഇല്ല ഇല്ല, പുറത്തുള്ള ആൾക്കാർ ഞാൻ ഈ ഗ്രൂപ്പിലോട്ട് എത്തില്ല, ഈ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പ് മാത്രം. അങ്ങനത്തെ പുറത്തുള്ള ആൾക്കാരോട് ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു 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 എന്താ പറയാ ശത്രുത പോലെ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതുവരെ സൊസൈറ്റിയിൽ ഒരുപാട് കോൺഫ്ലിക്ട്സും ഉണ്ടാവാം. സോഷ്യൽ വർക്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a sound understanding of group dynamics is essential for effective social practice. ഒരു സോഷ്യൽ പ്രാക്ടീസ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. അത് ഇൻഡിവിജ്വലിനാണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ടൂളാണ്. അപ്പോൾ ഇത് ആസ് റിപ്പീറ്റഡ്ലി ഡെമോൺസ്ട്രേറ്റഡ് ബൈ സോഷ്യൽ സയൻസ് റിസർച്ച് വഴി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് വഴി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും സോഷ്യൽ ആക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കൊക്കക്കോള ഫാക്ടറീസിന്റെ ഒക്കെ അടച്ചുപൂട്ടലിന് അവിടെ ആ ഒരു പരിസ്ഥിതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഇറങ്ങി വന്നത്. ഓൾറൈറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്തൊക്കെയാന്ന് നോക്കാം. വാട്ട് ആർ ദ ലോജിസ്റ്റിക്കൽ ഫാക്ടേഴ്സ് വൺ നീഡ് ടു കൺസിഡർ ഇൻ പ്ലാൻ ഗ്രൂപ്പ് ഫോർമേഷൻ ഓർ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൾസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് വിത്ത് എക്സാമ്പിൾസ് ഫ്രം ഫീൽഡ് വർക്ക്. ഇത് നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ സെക്കൻഡ് വന്നിരിക്കുന്നത് പ്രിൻസിപ്പൾസ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പ്രിൻസിപ്പൾസ് നിങ്ങളുടെ ഈ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാകാം. ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ്, ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് റഫായിട്ട് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം. ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം പ്രിൻസിപ്പൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീടുള്ള യൂണിറ്റ്സിൽ പറയും. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസ് മാത്രം നിങ്ങൾക്ക് എടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പിന്നെ വാട്ട് ആർ ദ ലോജിസ്റ്റിക്കൽ ഫാക്ടേഴ്സ് വൺ നീഡ് ടു കൺസിഡർ ഇൻ പ്ലാൻ ഗ്രൂപ്പ് ഫോർമേഷൻ. ഒരു പ്ലാൻ ചെയ്തൊരു ഗ്രൂപ്പ് ഫോർമേഷൻ ആൾക്കാർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് എടുക്കാം.
ഒരു ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഗ്രൂപ്പിന്റെ തന്നെ ആക്ടിവിറ്റീസ്, അത് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പിന്റെ തന്നെ എന്താ പറയാ, അട്രാക്റ്റീവ്നെസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോർമേഷന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പോകാനായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ മെൻഷൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എ ഗ്രൂപ്പ് മെമ്പർ. ഒരു ഗ്രൂപ്പ് മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് സൊസൈറ്റിയിൽ. ഓക്കെ, ഐ എം എ ഗ്രൂപ്പ് മെമ്പർ, ഞാൻ ഇന്ന ഒരു ക്ലബിന്റെ മെമ്പറാണ്, ഞാൻ ഒരു പൊളിറ്റിക്കൽ അംഗമാണ്. അപ്പൊ അതുവഴി അവർക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അതാണ് ഈ ഒരു ബെനിഫിറ്റ്സ് ഓഫ് ബീങ് എ ഗ്രൂപ്പ് മെമ്പറിന്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്, അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? 2 or more മെമ്പേഴ്സ് വേണം, ഷെയർഡ് വാല്യൂസ് വേണം, അതുപോലെ തന്നെ അവര് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വൺനെസ് അല്ലെങ്കിൽ ഒരു കൊഹിഷൻ വേണം, പിന്നെ ഇന്ററാക്ഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു. ഇനി ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷനിൽ വാല്യൂസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ 1-2 സെന്റൻസ് നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ എടുക്കാവുന്നതാണ്. പിന്നെ ട്രീറ്റ്മെന്റ് വെർസസ് ടാസ്ക് ഗ്രൂപ്പ് എന്താണ്? ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി തെറാപ്യൂട്ടിക് ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് അവർക്ക് വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പ്രൊജക്ടിന് വേണ്ടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മളുടെ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത് സോഷ്യൽ ഗ്രൂപ്പ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പൊ നമുക്ക് യൂണിറ്റ് 2 കാണാം. അതുവരെ ബൈ.